T20 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായെങ്കിലും ഇന്ത്യയുടെ പരിശീലക സംഘത്തിൽ BCCI അഴിച്ചുപണി നടത്തുമെന്ന് സൂചന. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പരിശീലക സംഘത്തിലുള്ള ഫീൽഡിംഗ് കോച്ച് ദിലീപാണ് പുറത്താവുക എന്നാണ് റിപ്പോർട്ടുകൾ. സെമിയിൽ അക്സർ പട്ടേൽ എടുത്ത 2 അവിശ്വസനീയമായ ക്യാച്ചുകളാണ് ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് നേടിക്കൊടുത്തത്. ഫൈനലിൽ ബുംറയുടെ പന്തിൽ ഇഷാൻ കിഷൻ രചിൻ രവീന്ദ്രയെ പുറത്താക്കാനും തകർപ്പൻ ക്യാച്ചെടുത്തിരുന്നു. എന്നാൽ ഫൈനലിൽ അപകടകാരിയായ ന്യൂസിലാൻഡ് ഓപ്പണർ ഫിന്നാലനെ അർഷ്ദീപിന്റെ പന്തിൽ ശിവൻ ദൂബെ തുടക്കത്തിലെ കൈവിട്ടിരുന്നു. ഹാർദിക് പാണ്ഡ്യയും പിന്നീട് ഒരു അനായാസ ക്യാച്ച് നഷ്ടമാക്കി. പിന്നാലെ മിസ്ഫീൽഡിലൂടെ ബൗണ്ടറിയും വഴങ്ങി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ കൈവിട്ട ടീമെന്ന നാണക്കേടിന്റെ റെക്കോർഡ് ഇന്ത്യയുടെ തലയിലായി. ഫൈനലിൽ കൈവിട്ട 2 ക്യാച്ചുകളടക്കം ടൂർണമെന്റിലാകെ 15 ക്യാച്ചുകളാണ് ഇന്ത്യ നിലത്തിട്ടത്. സൂപ്പർ 8-ലെത്തിയ ടീമുകളിൽ ഏറ്റവും മോശം ക്യാച്ചിങ് റെക്കോർഡും ഇന്ത്യയുടേതാണ്. 72.7% ഇന്ത്യയുടെ ക്യാച്ചിങ് എഫിഷ്യൻസി. 83.3% ക്യാച്ചിങ് എഫിഷ്യൻസിയുള്ള പാകിസ്ഥാൻ പോലും ഇന്ത്യക്ക് ഏറെ മുന്നിലാണ്. 87.2 ക്യാച്ചിങ് എഫിഷ്യൻസിയുള്ള ഇംഗ്ലണ്ടാണ് മുന്നിൽ. ഇതോടെ ടീമിന്റെ ഫീൽഡിംഗ് നിലവാരത്തെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. ലോക കിരീടം നേടിയ ടീമിന് ഒട്ടും ചേരാത്ത ഫീൽഡിംഗിലെ ഈ പാളിച്ചകൾ BCCI ഗൗരവമായി കാണുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെയാണ് ഫീൽഡിംഗ് പരിശീലകനായ ദിലീപിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായത്. 2021 രാഹുൽ ദ്രാവിഡിനൊപ്പം ടീമിലെത്തിയ ദിലീപിന് 2025 കരാർ നീട്ടി നൽകിയിരുന്നു. എന്നാൽ ഫീൽഡിംഗ് നിലവാരം മെച്ചപ്പെടുന്നില്ല എന്നതാണ് BCCIയെ അലട്ടുന്നത്. 2025 ഏഷ്യ കപ്പിലും ഇന്ത്യയുടെ ഫീൽഡിംഗ് ദയനീയമായിരുന്നു. സൂപ്പർ 4 ഘട്ടത്തിൽ മാത്രം 9 ക്യാച്ചുകളാണ് അന്ന് ഇന്ത്യ കൈവിട്ടത്. നെറ്റ്സിൽ 100 കണക്കിന് ക്യാച്ചുകൾ പരിശീലിക്കുമ്പോഴും മത്സരത്തിൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ താരങ്ങൾ പതറുന്നത് പരിശീലന രീതിയിലെ മാറ്റത്തിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.